ഈ സീസൺ IPL ആദ്യ ഗെയിം ഇന്നലെ അവസാനിച്ചപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയ്ക്കെതിരെ ആധികാരികമായ വിജയമാണ് RCB സ്വന്തമാക്കിയത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച RCB ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഇവന്റ്ഫുൾ ആയ ഫസ്റ്റ് ഓവറായിരുന്നു കാണാൻ സാധിച്ചത്. ഒരു ബൗണ്ടറിയും ഡ്രോപ്പ് ക്യാച്ചും വിക്കറ്റും പിറന്നപ്പോൾ ആദ്യ 3 ഓവറിൽ സോളിഡായ സ്റ്റാർട്ടായിരുന്നു RCBക്ക് ലഭിച്ചത്. ഹേസൽവുഡിന് എക്സ്ട്രാ ബൗൺസും യാഷിന് സീ മൂവ്മെന്റും ലഭിച്ചപ്പോൾ റൺസ് എടുക്കാൻ നരേനും രഹാനയും കഷ്ടപ്പെട്ടു. എന്നാൽ ആദ്യ ഓവറിൽ 1 റൺസ് മാത്രം വഴങ്ങിയ യാഷിനെ മാറ്റി 4ാം ഓവറിൽ ബൗളിംഗ് ചേഞ്ച് പട്ടിദാർ കൊണ്ടുവന്നതോടെ ഗെയിം പതിയെ കൊൽക്കത്തയുടെ ഭാഗത്തേക്ക് തിരിയാൻ തുടങ്ങി. റാഷിക്കിനെതിരെ 4ാം ഓവറിൽ 16ഉം 5ാം ഓവറിൽ കൃണാളിനെതിരെ 15ഉം 6ാം ഓവറിൽ യാഷിനെ തിരികെ കൊണ്ടുവന്നപ്പോൾ 20 അടിച്ചതോടെ 3 ഓവറിൽ 9-1 KKR പവർ പ്ലേ തീർന്നപ്പോൾ 60-1 എന്ന നിലയിലേക്ക് എത്തി. പവർ പ്ലേ കഴിഞ്ഞും അറ്റാക്ക് തുടർന്ന KKR സുയാഷിനെ നന്നായി ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ലൂസായി പന്തെറിഞ്ഞുകൊണ്ടിരുന്ന സുയാഷ് KKRന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ 10ാം ഓവറിൽ റാഷിക്കാണ് നരേനെ മടക്കി ബ്രേക്ക് ത്രൂ RCBക്ക് സമ്മാനിച്ചത്. തൊട്ടടുത്ത ഓവറിൽ രഹാനക്കെതിരെ നല്ല റെക്കോർഡുള്ള കൃണാളിനെ തിരികെ കൊണ്ടുവന്നത് മറ്റൊരു വിക്കറ്റും RCBക്ക് നൽകി. കൃണാളിനെതിരെ 15 മാത്രം ആവറേജുള്ള രഹാന ക്രീസിലുള്ളപ്പോൾ എന്തുകൊണ്ട് പവർ പ്ലേ കഴിഞ്ഞ് 11ാം ഓവർ വരെ കൃണാളിനെ തിരികെ കൊണ്ടുവരാൻ പട്ടിദാർ വെയിറ്റ് ചെയ്തു എന്നത് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് പട്ടിദാർ നടത്തിയ എല്ലാ ബൗളിംഗ് ചേഞ്ചുകളും RCBക്ക് ഫേവറായി മാറുകയാണ് ചെയ്തത്. KKR നിരയിൽ വന്നവരെല്ലാം തന്നെ അടിച്ച് വിക്കറ്റ് കളയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്പിന്നേഴ്സിന്റെ കോട്ട നൈസായി അതിനിടയിൽ പട്ടിദാർ കംപ്ലീറ്റ് ആക്കി. കൃണാൾ പാണ്ഡ്യ പേസ് നന്നായി മിക്സ് ചെയ്ത് എറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രോസ് ബാറ്റഡ് ഷോട്ട്സ് കളിച്ചായിരുന്നു റിങ്കു വെങ്കടേഷ് അയ്യർ എന്നിവർ വിക്കറ്റ് വലിച്ചെറിഞ്ഞത്. ഒരു ബൗളർ കാൽക്കുലേറ്റഡായി പന്തെറിയുമ്പോൾ അയാളുടെ ടെക്നിക്കലായി തന്നെ നേരിടേണ്ടതുണ്ട്. റസലാണെങ്കിൽ സ്ലോട്ടിൽ വന്ന ഗൂഗിളിയാണ് സ്ലോഗ് ചെയ്യാൻ ശ്രമിച്ച് ബോൾഡായത്. ബേസിക്കലി വന്നവരെല്ലാം തന്നെ വിക്കറ്റ് വലിച്ചെറിഞ്ഞതോടെ 9.5 ഓവറിൽ 107-1 കിടന്ന KKR അവസാന 10 ഓവറിൽ വെറും 67 റൺസ് മാത്രമാണ് നേടിയത്. രജത് പട്ടിദാർ എന്ന ഡെബ്യൂ ക്യാപ്റ്റൻ നടത്തിയ ചില ബോൾഡായ തീരുമാനങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. സ്ട്രൈക്ക് ബൗളറായ യാഷ് ദയാലിനെ കൊണ്ട് 3 ഓവർ മാത്രം എറിയിച്ചതും 3 ഓവറിൽ 41 വഴങ്ങിയ സുയാഷിനെ 16ാം ഓവറിൽ വീണ്ടും തിരികെ കൊണ്ടുവന്ന് റസലിന്റെ വിക്കറ്റ് കിട്ടിയതും അതിനിടയിൽ ലിവിങ്സ്റ്റന്റെ 2 ഓവർ സ്നീക്കിൻ ചെയ്തതും വളരെ ഗഡ്സ് വേണ്ട തീരുമാനങ്ങൾ തന്നെയായിരുന്നു. ഇന്നലെ ഗെയിമിൽ എന്തായാലും അത് RCBക്ക് ഫേവറബിൾ ആയി മാറി. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫിൽസോൾട്ട് തനിനിറം കാണിച്ചതോടെ സ്ട്രോങ് സ്റ്റാർട്ടായിരുന്നു RCBക്ക് കിട്ടിയത്. 4ാം ഓവറിൽ സ്ട്രൈക്ക് ബോളറായ വരുണിനെതിരെ 21 സോൾട്ട് അടിച്ചതോടെ കൊൽക്കത്ത തോൽവി ഉറപ്പിച്ചതുപോലെയായിരുന്നു ഗെയിം പിന്നീട് കളിച്ചത്. കാരണം പാമ്പിനെ കൊല്ലാൻ തലക്കിട്ട് തന്നെ അടിക്കണമെന്ന് പറയുന്നത് പോലെ KKRന്റെ കോൺഫിഡൻസ് മൊത്തം കളയുന്ന രീതിയിലായിരുന്നു വരുണിനെ തിരിഞ്ഞു പിടിച്ച് സോൾട്ടും കോഹ്ലിയും അറ്റാക്ക് ചെയ്തത്. ആദ്യ 6 ഓവറിൽ തന്നെ 80 ആയിരുന്നു RCB അടിച്ചുകൂട്ടിയത്. ശേഷവും സ്കോറിംഗിൽ അതേ ടെമ്പോ നിലനിർത്തിയതോടെ യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ RCB അനായാസം ചേസിംഗ് നടത്തി. സോൾട്ടും കോഹ്ലിയും 50 അടിച്ചപ്പോൾ 16 പന്തിൽ 36 അടിച്ച് ക്യാപ്റ്റൻ പട്ടിദാർ ഗെയിം പെട്ടെന്ന് തീരുമെന്ന കാര്യം ഉറപ്പുവരുത്തി. ഇവിടെ മത്സരത്തിലെ ഏറ്റവും വലിയ ഡിഫറൻസ് 2 ടീമിലെയും ബാറ്റേഴ്സ് സ്പിന്നേഴ്സിനെ നേരിട്ട രീതിയായിരുന്നു. RCB താരങ്ങൾ സ്ട്രെയിറ്റ് ബാറ്റ് കൊണ്ട് വരുണിനെയും നരേനെയും നേരിട്ടപ്പോൾ ക്രോസ് ബാറ്റഡ് ഷോട്ട്സ് ആയിരുന്നു KKR കൃണാളിനെതിരെ കളിച്ചത്. ഹർഷ ബോഗ്ലിയും സെക്കൻഡ് ഇന്നിംഗ്സിൽ ഈ സെയിം കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ രഹാനെ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ ക്ലൂലെസ് ആയിരുന്നു. എല്ലാവരും തല്ലുകൊണ്ടപ്പോൾ ഹർഷിത്തിനെ പവർ പ്ലേയിൽ കുറച്ചുകൂടി നേരത്തെ ഉപയോഗിക്കാൻ പോലും രഹാനയ്ക്ക് സാധിച്ചില്ല. ഓവറോൾ RCBക്ക് ഒരു പെർഫെക്റ്റ് ഗെയിമായിരുന്നു ഇന്നലെ ലഭിച്ചത്. പടിക്കലിനെ ഇമ്പാക്ട് പ്ലെയറായി 1 ഡൗണിൽ കൊണ്ടുവരുന്നത് കൊണ്ട് പട്ടിദാറിനെ നമ്പർ 4 ആക്കി സ്ട്രോങ് ആയ ടോപ്പ് 3 എക്സ്റ്റെൻഡ് ചെയ്യാനും RCB ശ്രമിക്കുന്നുണ്ട്. അത് നല്ലൊരു ഡിസിഷൻ തന്നെയാണ്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രഹാന, നരേൻ എന്നിവരുടെ പിൻബലത്തിൽ 175 ആയിരുന്നു KKR നേടിയത്. മറുപടി ബാറ്റിംഗിൽ RCB ഓപ്പണേഴ്സ് തന്നെ തകർത്തടിച്ചപ്പോൾ 17ാം ഓവറിൽ ഗെയിം തീരുകയാണ് ചെയ്തത്. കൃണാൾ പാണ്ഡ്യയാണ് കളിയിലെ താരം.